നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് തന്നോടൊരു കാര്യം പറയണ്ടായിരുന്നു. സോറിടോ, എനിക്ക് ഈ IAS പറ്റിയിട്ടൊന്നും വലിയ വിവരമില്ലാത്തോണ്ടാ ഞാൻ ആ VP നായരോട് തനിക്ക് ട്യൂഷൻ തരാൻ പറഞ്ഞതേ. അതൊന്നും സാരമില്ല. ഇയാൾക്ക് എന്നോടുള്ള സ്നേഹ കൂടുതലും ഉണ്ടല്ലേ അതൊക്കെ. ഭാര്യയുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ എന്ത് വലിയ ഭാഗ്യ ഒരു പെണ്ണിനെ കിട്ടാനുള്ളത്. അല്ല, ഈ IAS എന്നൊക്കെ പറയണത് ഈ ട്യൂഷൻ കോച്ചിങ് കൊണ്ടൊന്നും കിട്ടില്ല അല്ലേ? അങ്ങനെ കിട്ടുമായിരുന്നെങ്കിലേ നമ്മുടെ നാട്ടിലെ പണച്ചാക്കുകളൊക്കെ മക്കളെ കളക്ടറും കമ്മീഷണറും ഒക്കെ ആക്കില്ലായിരുന്നോ? അത് ശരിയാ. എന്നാ പിന്നെ ഞാനൊരു കമ്മീഷണർ ആയനെ. കഠിനാധ്വാനം, ഓർമ്മശക്തി, യുക്തിബോധം, സ്ഥിരോത്സാഹം, പിന്നെ അല്പം ഭാഗ്യം. ഇതൊക്കെയാ സിവിൽ സർവീസിൽ കയറി പറ്റാനുള്ള ചേരുവ. അല്ലല്ല, അതെ അതെ, ആ VP നായർക്ക് ഇതിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല അല്ലേ? അതെ, ഈ അധികാരം ചില ആൾക്കാരെ മത്ത് പിടിപ്പിച്ചു കളയും. ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാ ഇനി ഒന്നും പഠിക്കാനില്ലെന്ന് ഒരു മിഥ്യാബോധം ഉണ്ടാവും. അവിടെ ബൂം, തീർന്നു. ലോകത്ത് ഓരോ ദിവസം ഓരോ പുതിയ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും ഇയാൾക്ക് ചിരിക്കാനും വകയല്ലോ. പകുതി ചിരിയും പകുതി സങ്കടവും, ഇതല്ലേ ജീവിതം. അല്ല, ഞാൻ വന്നപ്പോ തൊട്ടേ ശ്രദ്ധിക്കുക, ഒരു സങ്കടത്തിന്റെ നിഴല് കിടന്ന് കളിക്കുന്നുണ്ട് അയാളുടെ മുഖത്ത്. എന്താടോ? ഇന്ന് ഇയാള് പറഞ്ഞിട്ട് പോയാ മതി. എന്താ കാര്യം? എന്താ? പറ, എന്താ? പ്രീതിയെ കാണാൻ പോയിരുന്നു ഇയാള്. ബാക്കിയൊന്നും പറയണമെന്നില്ല. സംഭവിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി. ശാലിനി, ആ പേര് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആളില്ലെന്ന് വിചാരിച്ചാ മതി. ഇല്ല വിഷ്ണുട്ടാ, അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്ന പേരല്ല പ്രീതിയുടേത്. ശാലിനിയുടെ ഹൃദയത്തിൽ കുത്തിവെച്ചിരിക്കുന്ന പേരുകളിലൊന്നും അത്. വിഷ്ണുട്ടൻ അറിയില്ലേ പ്രീതിയെ? ഒരു പൊട്ടിപ്പെണ്ണ അത്. ആർക്കും എങ്ങനെയും കളിപ്പിക്കാം. അവളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാ എനിക്ക് തോന്നുന്നു. തെറ്റിദ്ധാരണയ്ക്ക് ഒരു പരിധി ഇട്ടോ. അവളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും, അല്ലേ? നമ്മൾ ഓരോരുത്തരും മാറി മാറി പറഞ്ഞിട്ടുണ്ടോ അവളോട്? സ്നേഹത്തിനും വൈരത്തിനും ഇടയിൽ ലോലമായൊരു അതിർവരമ്പേ ഉള്ളൂ. അത് മാഞ്ഞു പോയാ പിന്നെ ആരെയും വിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരും. അല്ല, താരിപ്പ് എന്താ പറഞ്ഞു വരുന്നേ? അവളെല്ലാം തിരിച്ചറിയുന്നവരെ നമുക്ക് കാക്കാന്നോ? ചില കാര്യങ്ങൾ മറ്റുള്ളവര് പറഞ്ഞ വിശ്വാസം ആവില്ല. അത് സ്വന്തം അനുഭവത്തിനെ ബോധ്യപ്പെടും. നോക്ക്, പ്രീതിയുടെ കാര്യത്തിൽ അതിനി വഹിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.